സ്റ്റാച്യൂട്ടറി വാർണിംഗ്. തെറി എന്ന് പറയുന്നത് ജെന്യൂൻ ഇമോഷൻസിൻ്റെ എക്സ്പ്രഷനാണ്, നാച്ചുറലി വരുന്നതാണ്. സോ ഇത് ഈ വീഡിയോ കാണണം എന്നുള്ളവർ ഹെഡ്ഫോൺ വെച്ച് കേൾക്കുക. ഇനി എനിക്ക് നിന്നോട് 4 വർത്താനം പറയാനുണ്ട്. എന്റെ നാക്കെ ഇറങ്ങിപ്പോയിന്ന നിന്റെ വിചാരം? നമ്മുടെ 72nd നാഷണൽ ഫിലിം അവാർഡ്സ് വന്നിട്ടുണ്ട്. പണ്ടോട്ടെ ഒരു സർക്കസ് പോലെ ഞാൻ കാണുന്ന ഒരു സാധനമാണ്. നമുക്കൊന്ന് ചുമ്മാ നോക്കാം. ബെസ്റ്റ് ആക്ടർ നമ്മുടെ മമ്മൂക്ക. പുള്ളി ഇനി ഒന്നും പ്രൂവ് ചെയ്യാനുള്ള സംഭവമില്ല. അങ്ങേര് ഏതൊക്കെ പടങ്ങൾ ഇതുണ്ട് അതിനൊക്കെ അവാർഡ് കൊടുക്കുക, അങ്ങനത്തെ ഒരു ആക്ടറാണ്. പക്ഷേ ഇക്കാക്ക് വരെ അപമാനം എന്ന് പറയുന്നത് കാർത്തിക് ആര്യൻ ഫുണ്ടയുടെ അടുത്തുനിന്ന് അവരുടെ ഒപ്പം ഈ തൊലിഞ്ഞ അവാർഡ് വാങ്ങിക്കേണ്ടി വരുമല്ലോ എന്നൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. പെഡോ ബ്രോനൊന്നും മാറ്റിയിരുന്നെങ്കിൽ സെറ്റപ്പ് ആയേനെ. ഇവന്മാർക്ക് ഇത് പറഞ്ഞിട്ടൊന്നും തോന്നുന്നു ഒരുമാതിരി എന്തെങ്കിലും കണ്ണെട്ടാതിരിക്കാൻ, മറ്റേ കഴിഞ്ഞ പോലെ ജവാന് ഷാരൂഖ് ഖാൻ കൊടുത്ത പോലെ കണ്ണെട്ടാതിരിക്കാൻ ഒരാളിങ്ങനെ വെക്കും. എന്തിനാണെന്നോ ഷെയർ ചെയ്യാനാണെങ്കിൽ തന്നെ കിഷ്കിന്താകാന്ഡം എന്നൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇവർ കണ്ടില്ല ആവോ അറിയില്ല. അത് കണ്ടിരുന്നെങ്കിൽ അതിലത്തെ ആർക്കെങ്കിലും ഈ ബെസ്റ്റ് ആക്ടർ ഈവൻ ആസിഫ് അലിക്കാണെങ്കിലും അതുപോലെ തന്നെ വിജയരാഘവനാണെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി സന്തോഷമായേനെ. അതുപോലെ തന്നെ മെയ്യഴകൻ ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഫിലിംസ്. അതുപോലത്തെ ഒരു പടത്തിന് കാർത്തിക് കൊടുത്തിരുന്നെങ്കിൽ അതൊക്കെ സെറ്റപ്പ് ആയേനെ. പക്ഷേ ബോലോ സുബാ കേസരി. പിന്നെ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ആർട്ടിക്കിൾ 370 ആണ്. ഞാൻ ആ പടം കണ്ടിട്ടുള്ള അത് കാരണം എനിക്ക് അതിനെപ്പറ്റി വലിയ അഭിപ്രായ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പടങ്ങളായിരുന്നു ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കിടിലൻ ആ വർഷം ഇറങ്ങിയത്. അപ്പോൾ അതിലേതിനെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ സന്തോഷമായേനെ. പിന്നെ ആർട്ടിക്കിൾ 370 എങ്ങനത്തെ ഒരു പടമാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇതിനേക്കാളും ഒക്കെ ബെസ്റ്റ് സിനിമയായിരിക്കും, എനിക്കറിയില്ല. പിന്നെ നോർത്ത് ഇന്ത്യൻസിന് ഒരു സംഭവം നമ്മളെന്തൊക്കെ പറഞ്ഞാൽ അവന്മാർ കുറച്ച് പൊക്കി വിടും, അത് വേറെ കാര്യം. ബെസ്റ്റ് ഡയറക്ഷൻ അമരനാണ്. അമരൻ്റെ ഡയറക്ടറിനാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ് അമരൻ. അതുപോലെ തന്നെ ഡയറക്ഷൻ അത്യാവശ്യം കിടിലൻ ഡയറക്ഷനാണ്. പല സീൻസും സ്റ്റേജ് ചെയ്തിരിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ഒരു ടിപ്പിക്കൽ ആർമി പടം പോലെ ആക്കാതെ ഭയങ്കരമായിട്ട് ആ ഇൻട്രോ തൊട്ട് ശിവകാർത്തികേയൻ്റെ ഇൻട്രോ തൊട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ആ കഥ പോകുന്നത്. ഒരു ടിപ്പിക്കൽ ബയോപിക്കോ ആയില്ല, അതുപോലെ തന്നെ ഒരു ആർമി പടമോ ആയില്ല. അങ്ങനത്തെ അതിൻ്റെ ഒരു മിഡിൽ നിൽക്കുന്നൊരു സാധനമാണ്. യെസ്, ഡിസേർവിംഗ് ആണ്. പക്ഷേ കുറച്ചുകൂടി നല്ല സിനിമകൾ ഉണ്ടായിരുന്നു, എന്നാലും ഡിസേർവിംഗ് ആണ്. പിന്നെ അതിൻ്റെ ഇടയിലൊരു സന്തോഷം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ബെസ്റ്റ് എഡിറ്ററിനും നമ്മുടെ അമരൻ്റെ എഡിറ്ററിനാണ് കിട്ടിയിട്ടുള്ളത്. ആ അമരൻ്റെ എഡിറ്ററിൻ്റെ അസിസ്റ്റൻ്റാണ് എൻ്റെ ഒരു കസിൻ ബ്രോ. അപ്പോൾ അങ്ങനത്തെ ഒരു സന്തോഷം കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ പുള്ളീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി. അപ്പോൾ ചുമ്മാ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പുള്ളി തന്നെയാണ് കറുപ്പിൻ്റെ എഡിറ്റർ. ബെസ്റ്റ് ആക്ട്രസ് ഇതുപോലെ യാമി ഗൗതമാണ്. അത് എനിക്കും വലിയ പിടിയില്ല, ഞാൻ ആ പടം കണ്ടിട്ടില്ല. ചിലപ്പോൾ യാമി ഗൗതം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ യാമി ഗൗതം അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുന്നൊരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി നമ്മുടെ കാബിലൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സോ പടം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വലിയൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. ചിലപ്പോൾ സെറ്റപ്പ് ആയിരിക്കാം, ഐ ഡോണ്ട് നോ. പിന്നെ ബെസ്റ്റ് പോപ്പുലർ ഫിലിം വെൽ ഡിസേർവ് കൽക്കി 2689 AD നമ്മുടെ സെറ്റപ്പ് പടം. അതിന് ബെസ്റ്റ് പോപ്പുലർ ഫിലിം കൊടുത്തതിൽ പക്ക ഡിസേർവിംഗ് ആയിരുന്നു. എൻ്റർടൈൻമെൻറ്റ് വാല്യൂ നോക്കിയിട്ട് അങ്ങനെ ഒരു ബെസ്റ്റ് പോപ്പുലർ ഫിലിം എന്ന് പറയുന്നൊരു കാറ്റഗറിയിൽ അത് വേറെ ലെവലാണ്. പ്രത്യേകിച്ച് അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനറിനും അവാർഡ് കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈനർ. അതും സെറ്റപ്പാണ്. അതിൻ്റെ ആ പടം കണ്ടാൽ തന്നെ മനസ്സിലാവും ആ പ്രൊഡക്ഷൻ ഡിസൈനർ തലകുത്തി നിന്നിട്ടായിരിക്കും ഓരോ പരിപാടി ചെയ്തിട്ടുള്ളത്. അത്രയും കിടിലൻ സെറ്റ് പീസസും അങ്ങനത്തെ കുറേ സംഭവങ്ങളായിരുന്നു. ഈവൻ അവരുടെ കോസ്റ്റ്യൂംസ് വരെ പക്ക ഫ്യൂച്ചറിസ്റ്റിക്കും അതുപോലെ തന്നെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ മഹാഭാരത പോർഷൻസ്, ആ ഒറ്റ പോർഷൻ കണ്ടാൽ പോരെ ഇവരെ ഇത്ര ഡിസേർവിംഗ് ആണെന്ന് മനസ്സിലാവാൻ. ഇനി ബെസ്റ്റ് സ്ക്രീൻ പ്ലേ പുഷ്പ 2. എൻ്റെ ദൈവമേ, ഇത് പുഷ്പ 2 കിഷ്കിന്താകാന്ഡം എന്ന് പറയുന്ന ആ പടത്തിൻ്റെ പ്രിൻ്റ് എടുത്ത് അവരുടെ ഫ്രണ്ടിലിട്ട് കത്തിക്കണം മയിരി. എൻ്റെ പൊന്നു ദൈവമേ, അങ്ങനെയെങ്കിലും അവരെ പടം കാണട്ടെ പണ്ടാറടങ്ങാനായിട്ട്. ബെസ്റ്റ് സ്ക്രീൻ പ്ലേ പുഷ്പ 2 കിഡിലൻ എൻഗേജിങ് ആയിട്ടാണ് പോയത്. എനിക്ക് ആ ഒരു 3-3.5 മണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞില്ല. നമ്മൾ തെലുങ്ക് പടം കാണുമ്പോൾ ഒരു പ്രത്യേക മൈൻഡ് സെറ്റിലിരുന്ന് വേണം കാണാൻ. ആ ഒരു ലെവലിൽ നമ്മൾ കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ നല്ല രസമായിട്ട് പോകുമായിരുന്നു. പക്ഷേ ഒരുമാതിരി അവാർഡൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കിഷ്കിന്താകാന്ഡമൊക്കെ എന്തിട്ട് മൂഞ്ചാണ്ടിരിക്കുന്നു ഇവിടെ. അതും പോട്ടെ, ബെസ്റ്റ് ഡയലോഗ് റൈറ്ററിന് ലക്കി ഭാസ്കറിനാണ് നമ്മുടെ അവാർഡ് കിട്ടിയിട്ടുള്ളത്.
അത് ലക്കി ഭാസ്കറിന് ബെസ്റ്റ് സ്ക്രീൻ പ്ലേ കൊടുത്താൽ പോലും ഞാൻ അത്രയും ഇതാവില്ല. ഇത് പുഷ്പ 2. അപ്പം നമ്മളൊക്കെ എന്താ ഇവിടെ അരിവെപ്പാ, നമ്മളുണ്ടാക്കുന്ന സിനിമയൊന്നുമല്ലേ. പിന്നെ ബെസ്റ്റ് തമിഴ് ഫിലിം രായൻ്റെ കൂട്. അങ്ങനത്തെ മെയ്യഴകൻ അവിടെ നിൽക്കുമ്പോൾ രായൻ്റെ ഞാനൊന്നും പറയണില്ല, രായൻ്റെ അതിന് കൊടുത്തേക്കുന്നത് അത് നമ്മളൊന്നും ചെയ്യേണ്ട, റെക്സ് മച്ചിമാർ ഊക്കിക്കോളും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. ഞാൻ ആ പടം കണ്ടിട്ടില്ല, അത് കാരണം എനിക്ക് ഇതിൽ അങ്ങനെ ഭയങ്കര അഭിപ്രായം പറയാനില്ല. പണ്ട് എപ്പോഴോ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ ടി വിയിൽ എന്തോ കുറച്ച് പോർഷൻസൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ എനിക്കറിയില്ല, ഇത് കണ്ട റിവ്യൂസും കാര്യങ്ങളൊക്കെ ആ ടൈമിൽ ഇറങ്ങിയത് വെച്ച് ഇത് അത്യാവശ്യം നല്ല സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബെസ്റ്റ് സിനിമാറ്റോഗ്രഫിയും നമ്മുടെ ബ്രഹ്മയുഗത്തിനാണ് കിട്ടിയിട്ടുള്ളത്. അത് അത്യാവശ്യം സെറ്റപ്പാണ്. ഈ പോരത്തിന് അവരുടെ ആ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ഫുള്ളായിട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ചലഞ്ചാണ്. നമുക്കിപ്പോൾ കാണുമ്പോൾ ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു കാര്യം ആയിട്ട് തോന്നും, പക്ഷേ അത് ആ ലെവല് റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. സിനിമാറ്റോഗ്രഫിയിൽ ആ ഒരു കഴിവും എടുത്ത് പറയേണ്ടതാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ബെസ്റ്റ് ഡിസേർവ്ഡ് അവാർഡ്. എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ കിഷ്കിന്ദ കാണ്ഡത്തിന് അവാർഡ് പോലും കിട്ടാതെ പോയി, ഒന്നും കിട്ടാതായി പോയി. ഒരു സ്പെഷ്യൽ മെൻഷൻ പോലും ഇല്ല. നമ്മുടെ മെയ്യഴകന് ജസ്റ്റ് ഒരു സ്പെഷ്യൽ മെൻഷനെങ്കിലും ഉണ്ട്, ഇത് അതുപോലുമില്ല. പിന്നെ ലബ്ബർ പന്ത് എന്ന് പറയുന്ന ഒരു തമിഴ് പടമുണ്ട്, അതിനൊന്നും കിട്ടിയില്ല, അവർ റെക്കഗ്നൈസ് പോലും ചെയ്തില്ല. അത് പലരും അത് ഭയങ്കര കിടിലം പടമായിരുന്നു. പിന്നെ ബെസ്റ്റ് ഫീമെയിൽ സിംഗർ നമ്മുടെ വൈക്കം വിജയലക്ഷ്മിക്കാണ് കിട്ടിയത്. അത് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എനിക്ക് ആ ഒരു അവാർഡ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പിന്നെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ GVP, നമ്മുടെ GV പ്രകാശനാണ്. ഡിസേർവിങ് ആണെന്ന് പറയാം, പക്ഷേ ആ ടൈമിൽ ആ വർഷം കുറച്ചുകൂടി നല്ല മ്യൂസിക്സ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടണുള്ള GVP ഓഫ്കോഴ്സ് പ്രൂവ് ചെയ്തൊരാളാണ്, ഒരു ലിവിങ് ലെജൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും സെറ്റപ്പ് സാധനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ AR റഹ്മാൻ്റെ ലെഗസി ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് മനുഷ്യനാണ്. അഫ്കോഴ്സ് പുള്ളിയുടെ മാമനാണ് AR റഹ്മാൻ, എന്നാലും ആ ഒരു കഴിവ് ശരിക്കും പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിനെ ലിവിങ് ലെജൻഡ് എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ എല്ലാവർക്കും തോന്നിക്കാണും എന്തെങ്ങനെ പറയണേന്ന്. പക്ഷേ 1001 എന്ന് പറയുന്ന ആ ഒറ്റ പടം കണ്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അമരൻ BGMസും കിടുവായിരുന്നു. അച്ചമില്ലേ എന്ന് പറയുന്ന ആ BGM ഒക്കെ സെറ്റപ്പായിരുന്നു. അതും പോരാത്തതിന് BGMസിലാണ് പുള്ളിക്ക് അവാർഡ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ബ്രഹ്മയുഗമൊക്കെ സെറ്റപ്പ് BGM ചെയ്തിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ നമ്മുടെ സോങ്സ് വെച്ചിട്ട് ശശ്വത് സച്ദേവിനാണ് കൊടുത്തത്. ഡിസേർവിങ് ആണ്. പക്ഷേ ആർട്ടിക്കിൾ 370 ഞാൻ ആ പടം കണ്ടിട്ടില്ല, അതിൻ്റെ പാട്ടുകളും കേട്ടിട്ടില്ല. അതിന് ഡിസേർവിങ് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല, അല്ലാന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. പിന്നെ അത് ദുരന്തർ പോലെ ഒരു 2 കിഡിലൻ, ദുരന്തർ ഫസ്റ്റും ദുരന്തർ സെക്കൻഡും പോലത്തെ 2 കിഡിലെ ആൽബം കൊടുത്ത് ഇങ്ങനെ പലർക്കും അറിയില്ല. ഇയാൾ ഡിസേർവിങ് ആണ്, ഇയാൾക്കൊരു റെക്കഗ്നിഷൻ കിട്ടണം. നമ്മൾ പലർക്കും ഇയാളാണ് അതിൻ്റെ പിറകിൽ നിന്ന് ഒരു പിടിയില്ല. പക്ഷേ അത് അടുത്ത കൊല്ലം കൊടുത്താൽ മതിയായിരുന്നു. കുറേ കിഡിലൻ സോങ്സ് അവിടെ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയിട്ടുണ്ട്. ശശ്വത് സച്ദേവിന് അടുത്ത കൊല്ലം ദുരന്തറിന് കൊടുക്കുകയാണെങ്കിൽ വെൽ ഡിസേർവിങ് ആണ്. മിക്കവാറും പുള്ളി തന്നെ തൂക്കും. ദുരന്തർ ആ ലെവൽ പ്ലക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അടുത്ത കൊല്ലം എന്തായാലും ദുരന്തറും ഒരു പിടി വാരും, ഉറപ്പാണ്. ദുരന്തർ കുറേ വാരിയിരിക്കും നാഷണൽ അവാർഡ്. പിന്നെ എത്ര നാഷണൽ അവാർഡ് വാങ്ങിയാലും അത് ഡിസേർവിങ്ങും ആണ്. അപ്പോൾ നമുക്കൊന്നും പറയാനും പറ്റില്ല. പിന്നെ നിങ്ങൾ പലരും ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് മാത്രമായിട്ട് കുറച്ച് നേരം നിങ്ങൾ പലരും എൻ്റെ ഒഡീസിയുടെ ഇത് നോക്കിയിരിക്കുകയായിരിക്കും റിവ്യൂ. പക്ഷേ എനിക്ക് ഒഡീസി കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഈ ആഴ്ച കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ അടുത്ത ആഴ്ച നമ്മുടെ ജനനായകൻ ഇറങ്ങുന്നുണ്ട്, അപ്പോൾ അത് പോകണം. അത് കാരണം പിന്നെ ഫൈനാൻഷ്യൽ പരിപാടികൾ ഇഷ്യൂസാണ്. വൈകാതെ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വൈകിയാണെങ്കിലും ഒഡീസി ഞാൻ കണ്ടിട്ട് നമ്മുടെ നല്ല റിവ്യൂസാണ് വരുന്നത്. അത് നമുക്ക് നമ്മുടെ മുമ്പ് ചെയ്ത ആ വീഡിയോ മാറ്റി പറയാൻ പറ്റുകയാണെങ്കിൽ പറ്റട്ടെ.